കാലത്തിലൂടെയും പ്രവചനത്തിലൂടെയുമുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ പോകുന്ന കഥ വെറും ചരിത്രമല്ല, നൂറ്റാണ്ടുകളായി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണിത്. ശക്തി, പതനം, പുനർജന്മം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രവചനം. ഇത് അശോക ചക്രവർത്തിയുടെ കഥയാണ്. രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്നു. അശോക ചക്രവർത്തി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. യുദ്ധത്തിലൂടെ ദേശങ്ങൾ കീഴടക്കിയ ഒരു ധീരനായ യോദ്ധാവ്. എന്നാൽ പിന്നീട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമാധാന സന്ദേശവാഹകനായി രൂപാന്തരപ്പെട്ടു. BC 261 കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി എന്നേക്കുമായി ഹിംസയിൽ നിന്ന് പിന്മാറി. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ആയിരക്കണക്കിന് സ്തൂപങ്ങൾ നിർമ്മിച്ചു. വിദൂര ദേശങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഏകീകൃത ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടു. എന്നാൽ ചരിത്രം നമ്മോട് പറയുന്നു, ഒരു സാമ്രാജ്യവും ശാശ്വതമായി നിലനിൽക്കില്ല. അശോക ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തകരാൻ തുടങ്ങി. എന്നിരുന്നാലും പുരാതന ബുദ്ധമത വൃത്താന്തങ്ങളിലും ജൈന ഗ്രന്ഥങ്ങളിലും മറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അതിൽ ഇങ്ങനാണ് പറയുന്നത്: ആഴമേറിയ ദുരിതത്തിന്റെ യുഗത്തിൽ കാലചക്രം തിരിക്കുന്ന രാജാവ് വീണ്ടും ജനിക്കുമെന്ന്. അവന്റെ ധർമ്മം ഭൂമിയെ ഒന്നിപ്പിക്കും. സിംഹം ഒരിക്കൽ കൂടി ഗർജിക്കും. അശോക ചക്രവർത്തിയുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം. പുരാതന കാലക്രമമനുസരിച്ച് അധോഗതിയുടെ യുഗം ധാർമ്മികവും രാഷ്ട്രീയവുമായ കുഴപ്പങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നതകൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ ചക്രവർത്തി, അതായത് അശോക ചക്രവർത്തി, കാലചക്രം തിരിക്കുന്ന രാജാവ് തിരിച്ചു വരുമെന്നാണ്. എന്നാൽ ഇത്തവണ സൈന്യങ്ങളുള്ള ഒരു യോദ്ധാവായിട്ടല്ല, പകരം നീതി, സമത്വം, സത്യം എന്നിവയിലൂടെ രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുന്ന ഒരു നേതാവായിട്ടാണ്. ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഈ പ്രവചനം 2300 വർഷത്തെ ഒരു കാലചക്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ്. അതിനുശേഷം അശോക ചക്രവർത്തിയുടെ ആത്മാവ് തിരിച്ചുവരും. അശോക ചക്രവർത്തിയുടെ കിരീടധാരണം ഏകദേശം 268 BC-യിലായിരുന്നു. അതിലോട്ട് 2300 വർഷങ്ങൾ കൂടി ചേർത്താൽ 2032-ലെത്തും. അതായത് നമ്മളിപ്പോൾ 2025-ലാണ്. അപ്പോൾ 2032-ലാണ് ഈ പ്രവചനം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഒരു പ്രവചനം സത്യമാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ ഒരു കുട്ടി ഇതിനകം ജീവിച്ചിരിപ്പുണ്ടാകും. മഹാനായ അശോക ചക്രവർത്തിയുടെ ജ്ഞാനം വഹിക്കുന്ന മനസ്സ്. സമയം ആകുമ്പോൾ ഉയർത്ത് എഴുന്നേൽക്കാൻ തയ്യാറായ ഒരു ആത്മാവ്. 2032-ൽ ധർമ്മചക്രം വീണ്ടും തിരിഞ്ഞു വന്നേക്കാം. പക്ഷെ അത് നമ്മെ രക്ഷിക്കുമോ അതോ നമ്മളെ വിധിക്കുമോ? നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.